എഫേസ്യ ലേഖനം 6:10 വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങുന്നത്. ഒടുവിൽ കർത്താവിലും. പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത് ഒടുവിൽ. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ വെറുതെ ഇട്ട് ചൂടാക്കരുത്, പ്രകോപിപ്പിക്കരുത്, അതും ഇതും പറഞ്ഞു. നിങ്ങൾ ആ അധ്യായം വായിക്കണം. മക്കളെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഇതെല്ലാം പറഞ്ഞിട്ട് ഇതിന്റെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒടുവിൽ കുറെ ഉപദേശങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നു. ചിലപ്പോൾ ഈ ക്ലാസ്സുകളൊന്നും ഫലിക്കത്തില്ല. ഇതെല്ലാം കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് പഴയതുപോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് ഒടുവിൽ ഇതെല്ലാം ചെയ്യാൻ കർത്താവിലും. ഈ എഴുതിയെടുത്ത പേപ്പറൊക്കെ വീട്ടിൽ ചെന്നാൽ എവിടെ പോയെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ശക്തി വന്നു കഴിഞ്ഞാൽ, ശക്തി ഒരു പേപ്പറിനകത്തല്ല, ശക്തി ഒരു ഡയറിക്കകത്തല്ല, ശക്തി ഒരുവനിലേക്ക് വരികയാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ ആമേത ബലത്തിലും ശക്തിപ്പെടുവേൻ. ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ലെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ നമ്മൾ ഈ എഴുതി വെച്ചത് നമ്മുടെ കയ്യിലിരിക്കും. ഒരാവശ്യം വരുമ്പോൾ അത് ഉപകരിക്കപ്പെടണമെന്നില്ല. എന്നാൽ നമ്മൾ ഈ എഴുതി വെച്ചത് വെച്ച് പ്രാർത്ഥിച്ച് അത് ശക്തിയായി മാറണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, കേട്ട വചനം അവർക്ക് ഉപകാരമായി തീർന്നില്ല. കേട്ട വചനം അവർക്ക് എന്തായി തീർന്നില്ല? ഉപകാരമായിട്ട് തീർന്നില്ല. കേൾക്കുന്ന വചനം ശക്തിയായിട്ട് മാറണം. കേട്ട വചനം ഒരറിവായി ബുദ്ധിയിൽ കിടക്കരുത്. കേട്ട വചനം എന്താകണം? അതുകൊണ്ടാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്കോ രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ചിലർക്ക് വചനം കേൾക്കുമ്പോൾ അത് ശക്തിയായി മാറും. ചിലർക്ക് വചനം കേൾക്കുമ്പോൾ ഇതൊക്കെ വെറുതെയാ, ചുമ്മാതാ, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിനെ ഭോഷത്വമായിട്ട്, കേട്ട വചനം ഉപകാരമായി തീരുന്നില്ല. നാളുകൾ നമ്മൾ വചനം കേൾക്കുകയാണ്, അത് ഉപകാരമായി തീർന്നില്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ടാകും. കൂടുതൽ കേട്ടവനോട് ദൈവം എന്ത് ചെയ്യും? കൂടുതൽ ചോദിക്കും. കൂടുതൽ കേട്ടവന് കൂടുതൽ അടി കൊള്ളുമെന്നൊരു ഭാഗമുണ്ട് അല്ലേ? കൂടുതൽ അറിഞ്ഞുപോയി. ഈ അറിയുന്തോറും ശിക്ഷാവിധി കൂടുകയാണ് അനുസരിച്ചില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവെ ഞാനത് കേട്ടില്ല, ഞങ്ങളുടെ പാസ്റ്റർ ഈ കാര്യം പറഞ്ഞേയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ കേട്ടുപോയി, ഒഴിവ് കഴിവില്ല. ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന ദൈവദാസി പറഞ്ഞതാണ്, ഇന്ന ദൈവദാസൻ പറഞ്ഞതാണ്, ഞാനത് കേട്ടുപോയതാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ അഭിഷിക്തമായ വചനത്തിലൂടെ വരുന്നെന്ന്. ഈ വരുന്ന വചനങ്ങളും ഈ കേൾക്കുന്ന ആലോചനയും നമുക്ക് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. രക്ഷയ്ക്കായി എന്തായി മാറുന്നു? അപ്പൊ നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് മരണാനന്തര ജീവിതം മാത്രമല്ല, മുന്നിൽ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ രക്ഷ പ്രാപിക്കാനുണ്ട്. രോഗം വന്നാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ഒരു ശാപം വീടിന്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ കിടക്കുന്നെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരണം. വെല്ലുവിളികൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവവചനം കൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തു വരാൻ പോകുന്നത്. നിങ്ങൾ വായിക്കുന്ന ദൈവവചനം നിങ്ങളെ പലതിനെയും ചാടിക്കടക്കുമാറാക്കും. ദാവീദ് പറഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്ക. എന്താണ്? വചനം ദൈവമാണ്. വചനത്താൽ നമുക്ക് മതിൽ ചാടിക്കടക്കാൻ കഴിയും. പ്രതിസന്ധികളെ അതിജീവിക്കാൻ ദൈവവചനം കേൾവിയിലൂടെ നമുക്ക് കഴിയും. ഓരോ ദിവസവും വചനം കേട്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, ഇന്ന് കേട്ട വചനം എനിക്കുള്ളതാണ്. ഈ വചനപ്രകാരം ഞാൻ എൻ്റെ വൈരികളെ തള്ളിയിടും, എൻ്റെ കോട്ടകളെ ഞാൻ തകർത്ത് കളയും, എനിക്കെതിരെ ചുറ്റും വന്നിരിക്കുന്ന ശത്രുക്കളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കീഴടക്കും. ബൈബിൾ പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ആരുടെ കാലിന്റെ കീഴെ?
അവരവരുടെ. അതിന് ചതക്കാനായിട്ട് സഭയിൽ ചിലരെ തെരഞ്ഞെടുത്തിട്ടില്ല. അതിനെ ചതക്കാൻ ആർക്കും കർത്താവ് കോൺട്രാക്റ്റും കൊടുത്തിട്ടില്ല. അവരവരുടെ വെല്ലുവിളികളെ കാലിന്റെ കീഴിയാക്കണം. അത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്ക് മീതെ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാപർവ്വതം പോലെയായിരിക്കും. എന്നാൽ അഭിഷേകത്തിന്റെ മുൻപിൽ അത് സമഭൂമിയാകും. വചനത്തിലൂടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിലൂടെ മുൻപിലുള്ള പ്രതിസന്ധികൾ സമഭൂമിയാകും. നീ അതിന്റെ മുകളിൽ കയറി നിൽക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ്. വെല്ലുവിളികൾ ഉള്ളവർ എത്ര പേരുണ്ട്? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഓരോ വെല്ലുവിളികളെ നേരിട്ട് 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 തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സമയമാണ്. ഭൂമി നമുക്ക് അനുകൂലമല്ല, ആരോഗ്യം നമുക്ക് അനുകൂലമല്ല. ഇന്നത്തെ അന്തരീക്ഷം തന്നെ മാറിയിരിക്കുകയാണ്. മനുഷ്യർ വിപത്തിന്റെ നടുവിലാണ്. ഏതു സമയവും യുദ്ധങ്ങൾ ഉണ്ടാകാം. തീവ്രവാദം വർദ്ധിക്കുകയാണ്. പോലീസിനോ അങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്കോ രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യന്റെ സ്ഥിതി വഷളായ ഏറ്റവും അന്ത്യകാലത്ത് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ കർത്താവ് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് വചനത്തിലൂടെ. നീ കൂരിരുൾ താഴ്വരയിലൂടെ കടന്നുപോയാലും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ കാലയളവിലുള്ള ദാവീദിനെ പോലെയുള്ളവർ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, എന്റെ കൂടെ നീ ഉണ്ട്. എങ്ങനെ ദാവീദേ നിനക്കത് ഉറപ്പായി? മരണത്തിന്റെ താഴ്വര. ചിലപ്പോൾ ICUയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വെന്റിലേറ്ററിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അങ്ങനെ പോയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അവരെല്ലാം വീണ്ടും മടങ്ങി ഇതിനകത്ത് വന്നിരുന്നു. തീർന്നു പോയെന്ന് പറഞ്ഞവരെല്ലാം ഇന്ന് ഇവിടെ വന്നിരുന്ന് കൈകൊട്ടി പാടുന്നതിന്റെ കാരണം നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ഒരു യാഥാർത്ഥ്യമാണ്. നാം യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നത്. നാം ആകാശത്തിലേക്ക് കുത്തുന്നത് പോലെ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരല്ല. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നെന്ന്. പൗലോസ് പറയാണ്, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഏറ്റവും വലിയ ഒരു വെളിപ്പാടാണ്, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം സൂക്ഷിക്കുവാൻ ശക്തൻ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 തിമോത്തി 1:12 ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിയേ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അടുത്തിരിക്കുന്നവരോട് പറ. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. പലർക്കും അത് അറിയില്ല. അതറിഞ്ഞാൽ ജീവിതം മാറും. കളിമൺ പ്രതിമയല്ല വിശ്വസിക്കുന്നത്. സേവിക്കുന്നത് കലണ്ടറിൽ കണ്ട, ഫോട്ടോയിൽ കണ്ട ഒരു വിഗ്രഹത്തെ അല്ല, ഒരു രൂപത്തെ അല്ല, സാക്ഷാൽ ദൈവത്തെ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ വെളിപ്പാട് അതാണ്. അടുത്തത്, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്നുറച്ചു. അവസാനം വരെയും എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും സംരക്ഷിക്കുവാൻ, എന്റെ ഭാവിയെ ഭദ്രമാക്കാൻ അവൻ വിശ്വസ്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഭയങ്കര ഉറപ്പാണ്. ആർക്ക്? പൗലോസിനും നമുക്കും. ഈ ഉറപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെയാവുന്നത്. പ്രാർത്ഥിക്കാനേ തോന്നത്തില്ല. ചുമ്മാ എന്നാത്തിനാ പ്രാർത്ഥിക്കുന്നത്? പലരും സഭയെ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായിട്ട് മാറ്റി. ഒരു മരണം വന്നാൽ സഭ വേണം, ഒരു വീട് താമസം വന്നാൽ സഭ വേണം, ഒരു കല്യാണം വന്നാൽ സഭ വേണം, എന്തെങ്കിലും ഒരു അനർത്ഥം വന്നാൽ സഭ വേണം, ഒരു കഷ്ടം വന്നാൽ സഭ വേണം, ഇനി എല്ലാ വഴിയടയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു സഭ വേണം. സഭയെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല, സഭയായിട്ട് നാം ജീവിക്കാനുള്ളതാണ്. നാം ഒരു സഭയാണ്. സഭ എന്ന ഒരു ഭൗതിക കെട്ടിടത്തെ നാം ഉപയോഗിക്കാനല്ല കർത്താവ് നമ്മെ സഭയാക്കിയത്. നാം യേശുവിന്റെ ശരീരം തന്നെയാണ്. ഇത് തിരിച്ചറിയണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഉറപ്പ് നിങ്ങളെ അകത്ത് വരണം. നിങ്ങൾ പോകുന്ന കൂരിരുൾ താഴ്വരകളിൽ അവൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല.
നിങ്ങളുടെ കൂടെ കർത്താവ് വരും. നമ്മുടെ മക്കളെ, നമ്മുടെ പെൺകുട്ടികളെ ഒരു സന്ധ്യ സമയത്ത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് വിടുമോ? അപ്പൊ മോള് പറയണം, പപ്പേ ഞാൻ കരാട്ട പഠിച്ചതാണ്. എന്റെ കുഞ്ഞെ, നീ കരാട്ട പഠിച്ചതാണ്. പപ്പ എനിക്ക് പേടിയില്ല. ശരി, നിനക്ക് പേടിയില്ല, പക്ഷെ ഞാനും വരാം. അതാണ് ഒരു അപ്പൻ. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹൃദയം അതാണ്. ഈ ഭൂമിയിലെ ഒരു അപ്പനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ഹൃദയം, വികാരം സ്വന്തം മക്കളെ കുറിച്ച് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു വികാരമുള്ള ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. അവൻ യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, അവൻ എന്നെ ഇന്ന് വരെയും ഏകനായി വിട്ടിട്ടില്ല. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ ധൈര്യം അതാണ്. എല്ലാവരും യേശുവിനെ ഒറ്റപ്പെടുത്തിയപ്പോഴും യേശുവിന് ഒറ്റപ്പെട്ട ഒരു അനുഭവം തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയുന്നില്ല. കാരണം അവൻ എന്നെ ഒരു നാളും ഏകനായി വിട്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും പിതാവ് ഒന്നാണ്. ഞാനും പിതാവ് ഒന്നാണ്. എത്ര പേർക്ക് ഈ അനുഭവം, ആമേൻ, ഈ വിശ്വാസം പ്രാപിക്കുവാൻ മനസ്സുണ്ട്? ഇന്നു മുതൽ ഇത് പറയണം. ആരെല്ലാം നമ്മെ വിട്ടുപോയാലും അവസാനത്തോളം നടത്തുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. പ്രതിസന്ധികളെ വെല്ലുവിളിക്കാൻ നമുക്ക് കഴിയും. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും. പ്രതിസന്ധികളെ കാലിന്റെ കീഴെ ചവിട്ടി മെതിച്ച് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു പുതിയ സാക്ഷ്യം പറയുവാൻ നമുക്ക് കഴിയും. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പലപ്പോഴും നമ്മുടെ മുൻപിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷെ ഈ വർഷത്തിന്റെ ഒടുവിലാകുമ്പോൾ അതിമഹത്വകരമായ ഒരു സാക്ഷ്യം നമ്മൾ പറയും. ഇത് ഞാൻ പറയുമ്പോൾ ചിലർ പറയും, ഇല്ല പാസ്റ്റേ, തോന്നുന്നില്ല, അത്ര ഭയങ്കര വിഷയമാണ്. ആര് പറഞ്ഞു? നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അടുത്തിരിക്കുന്നവരോട് പറ, കർത്താവിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ കഴിയും. നമ്മുടെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നമ്മുടെ മേലുണ്ട്. പക്ഷേ ഒരു ശക്തി ഉപയോഗിക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ്. ഈ റോഡെല്ലാം ഇങ്ങനെ കുഴിക്കുന്ന JCB ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ എന്ത് വേണം? ജ്ഞാനം ആവശ്യമാണ്. ഈ JCB ഒരു ശക്തിയേറിയ ഒരു വാഹനമാണ്, ഒരു ഉപകരണമാണെങ്കിലും അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ ജ്ഞാനം വേണം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ മതിയായതായിരിക്കും. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ ഒന്നാമത് നമ്മുടെ അറിവിലേക്ക്, നമ്മുടെ ജ്ഞാനത്തിലേക്ക് നാം കൊണ്ടുവരേണ്ട ഒന്നാമത്തെ കാര്യം, ഞാൻ ആര്? ഞാൻ ആര്? അതായത് നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ ആര്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ആര്? പരിചയമില്ലെങ്കിൽ ചോദിച്ചാൽ പലതും നമ്മൾ പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ആരാ? ഞാൻ ഇന്ത്യൻ പൗരനാണ്. ആരാ? ഞാനൊരു മലയാളിയാ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം എനിക്കൊരു പരിമിതി ഉണ്ടെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഞാനൊരു മലയാളിയാണ്, ഞാൻ ഇന്നയാൾക്ക് ജനിച്ചതാണ്, ഞാൻ ഇന്ന സ്കൂളിലാ പഠിച്ചത്, ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടാമത്തെ മകനാണ്. ഇതെല്ലാം ഞാൻ ആരെന്ന് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ ഈ അറിവ് പോരാ, അതിനപ്പുറത്ത് മറ്റൊരു അറിവുണ്ട്. ഞാനൊരു ദൈവ പൈതലാണ്. ഞാൻ ആരാണ്? യോഹന്നാൻ 1:12 പോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവ മകനാകാൻ, ദൈവ മകളാകാൻ അവൻ അധികാരം തന്നു. അധികാരം, ദൈവത്തിന്റെ അധികാരം ലഭിച്ചു. എന്താണ് ഇപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി? ഞാനൊരു ഞാനൊരു ദൈവ പൈതലാണ്. ഈ ലോകത്തിലുള്ള എൻ്റെ അപ്പന്റെ പേര് പറയുമ്പോൾ, എൻ്റെ അമ്മയുടെ പേര് പറയുമ്പോൾ, ഞാൻ ജനിച്ച സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു പരിമിതിയാണ് ഉണ്ടായി വരുന്നത്. എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയുമ്പോൾ എൻ്റെ
ഈ ലൗകികമായ പരിമിതികളെല്ലാം പൊളിഞ്ഞു പോവുകയാണ്. എന്താണ്? ഞാൻ രാജാതി രാജാവിന്റെ കർത്താതി കർത്താവിന്റെ മകനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയ, ഒരു വാക്കിനാൽ സകലത്തെ ഉളവാക്കാൻ കഴിയുന്ന അൽഫയും ഒമേഗയുമായവന്റെ മകനാണ്. ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നാമത് ഉണ്ടാകേണ്ട തിരിച്ചറിവാണ് എന്താണ്? ഞാൻ ഒരു ദൈവ പൈതലാണ്. ഇത് സഭയിൽ വരുന്ന 2-3 മണിക്കൂർ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ പ്രശ്നങ്ങൾ സഭയിൽ ഇരിക്കുമ്പോഴല്ലല്ലോ. നമ്മൾ പ്രശ്നങ്ങളിലേക്കല്ലേ ഇറങ്ങി ചെല്ലുന്നത്. ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ, ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ. ഇതിനെ നേരിടുവാൻ ഒന്നാമത് നമുക്കുണ്ടാകേണ്ട ബോധം എന്താണ്? അപ്പോൾ ആ മകന് സുബോധം വന്നു. എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് മരിക്കുന്നു. ഞാൻ ഈ പന്നിക്കുഴിയിൽ നിന്ന് അപ്പന്റെ വീട്ടിലേക്ക് പോകും. എന്റെ അപ്പന്റെ മുൻപാകെ എന്റെ തെറ്റുകൾ ഏറ്റുപറയും. എന്റെ അപ്പന്റെ വീട് എന്ന സുബോധം ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ അകത്തേക്ക് ശരിയായ പരിശുദ്ധാത്മാവിൽ ഒരു സുബോധം വരണം. ഞാൻ എൻ്റെ അപ്പന്റെ, സമൃദ്ധിയുള്ള അപ്പന്റെ, എല്ലാമുള്ള അപ്പന്റെ, എന്തും തരാൻ മനസ്സുള്ള അപ്പന്റെ, കരുണയുള്ള അപ്പന്റെ, മനസ്സലിവുള്ള അപ്പന്റെ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി തരുവാൻ കഴിയുന്ന അപ്പന്റെ പൈതലാണ്. എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാൻ കഴിയും? ഞാൻ ദൈവ പൈതലാണ് എന്ന വാക്ക് ചെറിയൊരു കാര്യമല്ല. അത് വല്ലപ്പോഴും പറയേണ്ടതല്ല. നിങ്ങൾക്ക് ദൈവ പൈതലായി തീരാമെന്ന് 10 പേരോട് പറഞ്ഞാലും അവരോട് പറയുന്ന കൂട്ടത്തിൽ പറയണം, ഞാൻ ഇത്രാം വർഷത്തിൽ ഇത്രാം തീയതി ഒരു ദൈവ പൈതലായി തീർന്നു. എന്താ ബദറെ ഇത്രയും വലിയ ധൈര്യം? എന്താ ബദറെ നിങ്ങൾ വേറൊരു പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒത്തിരി പേര് പോകാറില്ലല്ലോ. നിങ്ങളുടെ വലിയ പള്ളിയൊക്കെ വിട്ടിട്ട് ആ പ്രാർത്ഥനയ്ക്ക് പോയത് എന്താണ്? അതോ ഞാനൊരു ദൈവ പൈതലായി തീർന്നു, ഞാനിപ്പോൾ ദൈവ വഴിയിലാണ്, ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിലാണ്. യേശുവിനെ കൈക്കൊണ്ടവർക്ക് ഉള്ള ഏറ്റവും വലിയ ധൈര്യം, ഞാൻ അവകാശിയാണ്. ഞങ്ങൾ മക്കളെങ്കിലോ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികൾ. ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അതേപോലെ തന്നെ തുല്യമായി അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ വീണ്ടെടുത്തു. ചേർന്ന് കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പോൾ വെല്ലുവിളികളെ നേരിടാൻ ആഗ്രഹിക്കുന്നവർ, അല്ലാത്തവർ പറയും, എന്റെ ദുഃഖവും എന്റെ കഷ്ടവും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പിക്കും. അങ്ങനെ എല്ലാം സമർപ്പിക്കുന്നു. എന്തു വന്നാലും ഞാൻ അനുഭവിച്ചോളാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. പിന്നെ എന്താണ്? ഇതെനിക്കുള്ളതല്ല, ഞാൻ ദൈവ പൈതലാണ്. ഇത് എന്റെ അടുത്ത് നടക്കത്തില്ല, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അവകാശിയാണ്. ഈ ദാരിദ്ര്യം ഞാൻ എൻ്റെ വീട്ടിൽ അനുവദിക്കത്തില്ല. ഈ കടക്കണിയിൽ ഞാൻ കിടക്കത്തില്ല. ഞാൻ രാജാവിന്റെ മോളാണ്, ഞാൻ രാജാവിന്റെ മകനാണ്. വിശ്വസിക്കുന്നവർ കൈകളടിച്ച് ദൈവത്തെ ആരാധി. നിങ്ങളതിനെ സ്വീകരിക്കുക, നിങ്ങളതിന് ആമേൻ പറയുക, നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുക. ഞാനൊരു ദൈവ പൈതലാണ്. ഈ ഒരു ബോധമാണ് നമ്മെ ഈ കഷ്ടങ്ങളിൽ തന്നെ ഒതുങ്ങാതെ അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും ദൈവം അനുവദിച്ച കഷ്ടമാണ്, അതിൽ തന്നെ അങ്ങോട്ട് കിടന്നോളാം. നിങ്ങളെ ഒത്തിരി പേര് വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് പുരോഗതിയുണ്ടോ? നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടോ? നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് മറുപടി തന്നുവോ എന്ന് നിങ്ങളുടെ അയൽവാസികൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ നോക്കുന്നുണ്ടോ? എന്നെ നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കിയാണ്. ഇങ്ങനെ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? ഒത്തിരി വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഭയങ്കര തൊണ്ട കയറി പ്രസംഗിക്കുന്നുണ്ടല്ലോ, വല്ല ഗുണമുള്ള കാര്യമാണോ? നിങ്ങളെ ആൾക്കാർ, ഈ സമൂഹം മുഴുവൻ നോക്കുകയാണ്. നമ്മുടെ മാറ്റം, നമ്മുടെ പുരോഗതി. ഒരുവൻ കർത്താവിലോട്ട് വന്നാൽ അവൻ പുരോഗതികളിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ സാഹചര്യങ്ങളെ വെല്ലുവിളിച്ച് നേരിടാൻ ദൈവ പൈതൽ എന്ന ഒരു പ്രാഗൽഭ്യമാണ്
നമ്മെ ശക്തരാക്കുന്നത്. ശക്തി ഉണ്ടെങ്കിലും ദൈവ പൈതൽ എന്നുള്ള ആ ബോധ്യമില്ലെങ്കിൽ നമ്മുടെ ശക്തിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ ആർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ള ശക്തി ഉപയോഗിക്കാൻ തോന്നുന്നില്ല. കാരണം ഇതെല്ലാം വിധിയാ. ആര് പറഞ്ഞു ഇതിൽ നിന്ന് പുറത്തു വരണം? ഇന്ന് നിങ്ങൾ നേരിടുന്ന സകല രോഗത്തിൽ നിന്നും പുറത്തു വരണം. ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ഈ രോഗത്തെ വെച്ചുകൊണ്ടിരിക്കത്തില്ല, ഈ രോഗത്തെ ഞാൻ സഹിക്കത്തില്ല, ഈ കടത്തെ ഞാൻ സഹിക്കത്തില്ല, ഈ വീടിന്റെ ദാരിദ്ര്യത്തെ ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ പണ്ട് ഇതെല്ലാം അംഗീകരിച്ചിരുന്നു, അന്ന് ഞാൻ ദൈവ പൈതലല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സമ്പന്നനായ ഒരു പിതാവിന്റെ മോനാണ്. ഇത് കിട്ടിയവർ കേറി പിടിച്ചേ യേശുവിന്റെ നാമത്തിൽ. അതുപോലെ ഈ ജനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വെല്ലുവിളികളെ നേരിടാൻ ഒന്നാമത് ഏത് ചിന്ത വേണം? ഞാനൊരു ദൈവ പൈതലാണ് എന്ന ഒരു ചിന്ത നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാകണം. അത് യേശുവിന് ഈ ഭൂമിയിൽ വെച്ചുണ്ടായിരുന്നു. യേശുവിനുണ്ടായിരുന്നു. യേശു പത്രോസിനേക്ക് വിളിച്ചിട്ട് ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അവരുടെ വായ അങ്ങോട്ട് തുറന്നു. ചിലർ ഏലിയാവെന്ന് പറയുന്നു, ചിലര് ഇരമ്യാവെന്ന് പറയുന്നു, ചിലർ യെശയ്യാവെന്ന് പറയുന്നു, യോഹന്നാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നാണെന്ന് പറയുന്നു. ഫിലിപ്പിന്റെ കൈസറിയിൽ എത്തിയപ്പോൾ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ജംഗ്ഷനാണത്. അവിടെ വെച്ചാണ് യേശു ചോദിക്കുന്നത്, ജനങ്ങൾ എന്തു പറയുന്നു? ജനങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. ഉടനെ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ പത്രോസ് എന്ത് പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വെളിപ്പാട് സ്വർഗസ്ഥനായ പിതാവ് ഈ പത്രോസിന് കൊടുത്തതാണ്, ഈ മീൻപിടുത്തക്കാരന് കൊടുത്തതാണ്. അവന്റെ ആത്മമണ്ഡലം തുറന്നു വന്നു. അവനത് പറയിലും യേശു പറഞ്ഞു, ബെറയോന ശിമോനെ, നീയാണ് ഭാഗ്യവാൻ. ഈ കൂട്ടത്തിൽ നീ ഭാഗ്യവാനാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് ദൈവം വെളിപ്പെടുത്തിയതാണ്. ഇതൊരു വെളിപ്പാടാണ്. യേശുവിനെ ഒരു ദൈവ പൈതലായി കാണാൻ ആർക്ക് കഴിയുമോ, ദൈവപുത്രനായി കാണാൻ ആർക്ക് കഴിയുമോ, അവർ ഭാഗ്യമുള്ളവരാണ്. യേശുവിനെ പലരും പല മതങ്ങളും പ്രവാചകന്മാരായിട്ടാണ് കാണുന്നത്. യേശുവിനെ പലരും ഒരു ഉപദേഷ്ടാവായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർ പറയും യേശു ഇങ്ങനെ പറഞ്ഞു. കാരണം രാഷ്ട്രീയക്കാർക്ക് യേശു ആരാണ്? ഒരു ഉപദേഷ്ടാവാണ്. എല്ലാ മതത്തിലുള്ളവരും ബൈബിൾ എടുത്ത് ഉയർത്തി പറയാറുണ്ട്. കാരണം യേശു ഒരു നല്ല ഉപദേഷ്ടാവാണ്, അദ്ദേഹം ഒരു പ്രവാചകനാണ്. പക്ഷെ യേശുവിനെ ദൈവ പൈതലായിട്ട് കാണുവാൻ ആ കാലത്ത് പത്രോസിന്റെ കണ്ണ് തുറന്നു. പത്രോസിനോട് യേശു എന്ത് പറഞ്ഞു? നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയ അതുപോലെ ഞാനൊരു ദൈവ പൈതലാണെന്ന് എനിക്കൊരു വെളിപ്പാട് കിട്ടണം. അറിവാണെങ്കിൽ അത് മറന്നുപോകും, എന്നാൽ വെളിപ്പാടാണെങ്കിൽ അത് ശക്തിയോടെ ഏത് സാഹചര്യത്തിലും പുറത്തോട്ട് വരും. അതുകൊണ്ട് കണ്ണടച്ചാൽ കാണുന്ന കാഴ്ച മാത്രമല്ല വെളിപ്പാട്, മറനീക്കി ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ ഇന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാകാൻ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. യേശുവിന് 24 മണിക്കൂറും 365 ദിവസവും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്ത് ഉറപ്പുണ്ടായിരുന്നു? ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ദൈവ പൈതലാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഞാനൊരു ദൈവ പൈതലാണ്. ഞാനൊരു ദൈവ പൈതലാണെന്നൊരു ബോധം വന്നാൽ പിന്നെ എനിക്ക് ലോക മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയില്ല. ഞാനൊരു രാജാവിന്റെ മകനാണെന്നുള്ള, ഓട്ടെ, ഞാൻ ഇന്നുള്ള ഏതെങ്കിലും രാജാവിന്റെ പേര് പറ. ടിപ്പു സുൽത്താനോ? പണ്ട് ഇവിടെ ഈ ഭൂമിയിൽ ഇന്ത്യയെ ഭരിച്ചിരുന്ന ആരാ? അക്ബർ. അക്ബർ ചക്രവർത്തിയുടെ ഒരേ ഒരു മകനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഒരു ഒറ്റമുണ്ടെടുത്ത് ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്ത് ചാരിയിരിക്കുന്ന ഒരു മനോഭാവത്തിൽ, അല്ലെ ബീച്ചിൽ പോയി കപ്പലണ്ടി നിന്നുകൊണ്ടിരിക്കോ? എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എനിക്കറിയാം ഞാൻ ആരാണ് എന്ന്.
ഞാൻ ആരാണെന്ന് എനിക്കും അറിയാം, കാണുന്നവര് രാജാവിന്റെ മകനാണ്. ഞാൻ ആരാണെന്നുള്ള ആ ബോധ്യമാണ് നമ്മെ പാപികളിൽ നിന്ന് വേർപെടുത്തുന്നത്. അശുദ്ധിയിൽ നിന്ന് നമ്മൾ വേർപെട്ട് നിൽക്കുന്നതിന്റെ കാരണം ഞാൻ ആരാണെന്നുള്ള ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഏതാണെന്ന് അറിയാമോ? സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ്. ഞാനൊരു ദൈവ പൈതലാണ്. ഇന്ന് ഈ ശരീരം വിട്ടാൽ ഉടനെ ഞാൻ പറുദീസയിലുണ്ടാകും. കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അല്ലെങ്കിൽ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ രൂപാന്തരപ്പെടും. കാരണം എന്റെ സ്ഥലം ഇവിടെയല്ല, എന്റെ വാസം ഇവിടെയല്ല. ഞാൻ ഒരു ദൈവ പൈതലാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളവനല്ല ഞാൻ ഭൗമികനല്ല. അതുകൊണ്ട് ഭൂമിയിലെ എല്ലാ വിഷയവും എനിക്ക് അതിജീവിക്കാൻ കഴിയും. കാരണം ഞാൻ ദൈവ പൈതലാണ്. അതുകൊണ്ട് ദൈവത്തിന് എല്ലാം അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്കും എല്ലാം അതിജീവിക്കാൻ കഴിയും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത്തെ ഒരു വെളിപ്പാടെന്ന് പറഞ്ഞാൽ, ഒന്ന്, നീ ആരാണ്? രണ്ട്, നീ എവിടെ നിന്ന് വരുന്നു? നല്ലൊരു ചോദ്യമാണ്. നമ്മൾ എവിടെ നിന്നാ വന്നേ? 1:1:66 ആണോ? 2:2:84 ആണോ നമ്മൾ വന്ന ദിവസം? അല്ല. ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നാം ഇപ്പോൾ വന്നവരല്ല. പുരുഷന്റെ ഇഷ്ടത്താൽ, മാതാപിതാക്കളുടെ താല്പര്യത്താൽ, ഒരാണും ഒരു പെണ്ണും അപ്പനമ്മയും പ്രാർത്ഥിച്ചുണ്ടായതൊന്നുമല്ല. അപ്പോൾ നാം എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ള വെളിപ്പാട് എന്താണ്? നാം ഉയരത്തിൽ നിന്ന് വന്നവരാണ്. കാരണം മനുഷ്യന് ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് ദൈവം ജീവശ്വാസം ഊതി. ശരീരമല്ല നമ്മൾ, പക്ഷെ ഭൂമിയിൽ ജീവിക്കാൻ ഒരു ശരീരം വേണമായിരുന്നു. ആത്മാവാണ് നമ്മൾ. ആത്മാവ് വസിക്കുന്നത് ഭൂമിയിലല്ല, ആത്മാവ് വസിക്കുന്നത് സ്വർഗത്തിലാണ്. ആത്മാവ് വസിക്കുന്നത് ഉയരത്തിലാണ്. പക്ഷെ ഭൂമിയിൽ വസിക്കാൻ ഒരു പേപ്പർ വെയിറ്റ് പോലെ ഒരു തള്ളിയ വയറും, ഒരു നീണ്ട കാലും, ഒരു പരന്ന തലയും, ഇതെല്ലാം ദൈവം നമുക്ക് തന്നു. കാരണം ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ത് വേണം? ഒരു ശരീരം ആവശ്യമാണ്. പക്ഷെ ഞാനെന്ന് പറയുന്നത് ആരല്ല, ഒരു ശരീരമല്ല, ഞാനൊരു ആത്മാവാണ്. ഈ ഭൂമിയിലുള്ളവരാണെന്നുള്ള ചിന്ത വന്നിട്ടാണ് ഭൂമിയിലുള്ള വിഷയങ്ങൾ നമുക്ക് വലുതായി തോന്നുന്നത്. എന്നാൽ നമ്മൾ ഭൂമിയിൽ നിന്നുള്ളവരല്ലെന്ന് മനസ്സിലാകുമ്പോൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ. അതിനെ ഇപ്പോൾ വിളിക്കുന്നത് എന്താണ്? ഏലിയൻസ്. ഏലിയാമ്മയല്ല, പിന്നെന്താണ്? ഏലിയൻസ്. ഏലിയൻസിന്റെ പടമൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോവും. അത് വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്ന ജീവികളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അന്യഗ്രഹ ജീവികളാണ്. ശരിയാണ് പാസ്റ്റർ, ഇരിപ്പ് കണ്ടാലേ ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നു എന്ന് നമ്മൾ ചോദിച്ചു പോകും. അതുപോലെ ഇരിപ്പ്. പക്ഷെ നമ്മൾ ഇവിടത്തുകാരല്ല. ഈ ഒരു സത്യം ഈ ഭൂമിയിലുള്ള ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാനുള്ള ബലം തരും. നമ്മിൽ ശക്തിയുണ്ട്. നമ്മിലുള്ള ശക്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ പൂച്ചയെ അടച്ചിട്ട് തല്ലരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച കയറിയാൽ കതക് അടച്ചിട്ടിട്ട് അതിനെ തല്ലരുത്. എന്തുകൊണ്ടാ? അത് ഓടാൻ മാക്സിമം അത് ഓടും. നിവൃത്തിയിലാണ്ട് വന്നാൽ ചാടിക്കഴുത്തിന് പിടിക്കും. കാരണം അതിനെ അറിയാം എവിടെ പിടിക്കണമെന്ന്. അങ്ങനെ മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ജീവികളോട് പോലും എതിർക്കുമ്പോൾ നിവൃത്തിയിലാണ്ട് വന്നാൽ അതിന്റെ കഴിവ് മുഴുവനും എടുത്താൽ അത് നമ്മെ പരാജയപ്പെടുത്താം. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ചിലർ അതെല്ലാം ചെയ്യുന്നുണ്ട് ഈ സമൂഹത്തിൽ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടയുമ്പോഴാണ് ചില സമയത്ത് നമ്മുടെ അകത്ത് കിടക്കുന്ന ശക്തിയെ പുറത്തെടുക്കാൻ നമുക്ക് തോന്നുന്നത്. എല്ലാം അനുകൂലമാണെങ്കിൽ നാം നമ്മുടെ ശക്തി ഉപയോഗിക്കത്തില്ല. അതിന്റെ അർത്ഥം ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ശക്തി ഉപയോഗിക്കാൻ നമുക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്.
നാം നമ്മിലുള്ള നിക്ഷിപ്തമായ ദൈവകൃപ ഉപയോഗിക്കുമെങ്കിൽ, യേശുവിന്റെ നാമം പറയുമെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ പോ എന്ന് പറയുമെങ്കിൽ, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. അപ്പോൾ നാം അറിയേണ്ടത്, നാം ഇവിടത്തുകാരല്ല, നമ്മൾ ആത്മവ്യക്തികളാണ്. കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല, നാം വാഴേണ്ടവരാണ്. ദൈവത്തിന്റെ ശ്വാസമാണ് നമ്മൾ. ദൈവത്തിൽ ഉണ്ടായിരുന്നു. ദൈവം ഊതിയപ്പോൾ ഒരു മണ്ണിലേക്ക് കയറി, മണ്ണ് എഴുന്നേറ്റ് വന്നതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ. നമ്മൾ മണ്ണല്ല, നമ്മൾ പൊടിയല്ല. പൊടിമോനെന്നും പൊടിക്കുഞ്ഞമ്മ എന്നൊക്കെ പലർക്കും പേരിട്ടിട്ടുണ്ട്. അത് പുറമെയുള്ളതാണ്. നമ്മൾ ആരാണ്? ഇവിടത്തുകാരല്ല. അടുത്തിരിക്കുന്നവരോട് പറയാം, നമ്മൾ ഇവിടത്തുകാരല്ല. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വലുതായി തോന്നുന്നത്? ഇവിടത്തുകാർക്ക് ഇവിടത്തെ വിഷയം വലുതാണ്. എന്നാൽ നമ്മൾ ഇവിടത്തുകാരല്ല, നമ്മൾ ഉയരത്തിൽ നിന്ന് വന്നവരാണ്. നമ്മൾ ഇവിടുന്ന് വന്നതല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാം. യേശുവിന്റെ ജീവിതയാത്ര, നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിയാണ്. യേശു എപ്പോഴും പറയുമായിരുന്നു, ഞാൻ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാം. പിതാവ് അഭിഷേകം ചെയ്ത് അയച്ചവനാണ് ഞാൻ. എന്റെ മേൽ അഭിഷേകമുണ്ട്. എന്നെ ദൈവം നിറച്ചിരിക്കുന്നു. ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഞാൻ എവിടെ നിന്ന് വരുന്നെന്നും ഞാൻ എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. എത്ര പേർക്കറിയാം എവിടെ നിന്ന് വന്നതാണ്, എവിടേക്ക് പോകുന്നു? യേശുവിനെ നോക്കാൻ പറഞ്ഞത് അതാണ്. വേറെ ആരെ നോക്കിയാലും ഈ ഒരു വെളിപ്പാട് നമ്മിലേക്ക് വരില്ല. യേശു പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാം, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് എനിക്കറിയാം. യേശുവിന് ഉറപ്പായിരുന്നു, ഞാൻ ഇവിടത്തുകാരനല്ല. ഇതുപോലെ യേശുവിനെ സ്വീകരിച്ച, ക്രിസ്തുവിൽ ജീവിക്കുന്ന, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ പറയണം, ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ ഇവിടെ ഒരു പരദേശിയാണ്. പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ നിസ്സാരമായി നേരിടും. എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എന്നെ ഇവിടെ അയച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ചു കാലത്തേക്ക് ഇവിടെയുണ്ട്. കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ കുറച്ചു കാലം ഇവിടെയുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. ഇത് പറയുന്ന കാര്യത്തിൽ ഒരിക്കലും ലജ്ജിക്കണ്ട. ഇത് നമുക്ക് പറയാനുള്ള ധൈര്യമുണ്ട്. എന്നാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞേ, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും പറ. അതെവിടെ വെച്ചാണ്? നിത്യതയിൽ നമ്മൾ ഒരുമിച്ച് കാണും. കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പലരും, ഇന്നയാള് പോയി, ഇന്നയാള് പോയി, ഇന്നയാളുടെ ഫ്യൂണറലാണ്, ഇതൊക്കെ കേൾക്കും. പക്ഷേ കാഹളം ധ്വനിക്കുമ്പോൾ ഇതെല്ലാം കൂടി പൊങ്ങി ഒരു സ്ഥലത്തെത്തും. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് ആവശ്യം വെളിപ്പാടുകളാണ്. ഒന്നാമത്തെ വെളിപ്പാട് എന്താണ്? ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ദൈവ പൈതൽ. 2, ഞാൻ എവിടത്തുകാരൻ, എവിടെ നിന്ന് വരുന്നു? അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, എവിടെ നിന്ന് വരുന്നു? ഞങ്ങളിവിടെ കൈനഗിരിയിലുള്ളതാ, അവിടെയൊക്കെ എപ്പോഴും വെള്ളം കയറി കിടക്കുകയാണ്. ഞങ്ങളിവിടെ അവിടെ കുറച്ച് അടുത്തുനിന്നാ, കോളനിന്നാ വരുന്നേ. നീ കോളനിയിൽ നിന്നല്ല വരുന്നത്, നീ അതിനു മുമ്പേക്ക് ഉള്ള വ്യക്തിയാ. നീ ഇപ്പോഴുണ്ടായ വ്യക്തിയല്ല. അതൊക്കെ നിന്റെ ജഡത്തിന്റെ ചരിത്രമാണ്. അത് ഇവിടത്തെ പുസ്തകങ്ങളുടെ കണക്കാണ്. നീ ഇവിടത്തുകാരനല്ല, നീ അതിനു മുമ്പേക്ക് ഉണ്ടായിരുന്നു. ഈ ഭൂമിയെ സ്ഥാപിക്കുന്നതിന് മുന്നമേ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ ദൈവം നിന്നെ കണ്ടിരുന്നു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, 139 സങ്കീർത്തനം അല്ലേ? നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ നീ ഉണ്ടായിരുന്നു. നീ യാദൃച്ഛികമല്ല, നീ ഇപ്പോൾ ഉണ്ടായി വന്നതല്ല, ആരുടെയെങ്കിലും താല്പര്യം കൊണ്ട് ഉണ്ടായി വന്നതല്ല. നീ ദൈവത്തിന്റെ വലിയ ഒരു പ്രോഗ്രാമാണ്. ദൈവത്തിന് വലിയ വലിയ പ്ലാനോടുകൂടെയാണ് നിന്നെ ഇവിടേക്ക് അയച്ചത്. അതുകൊണ്ട് കുറച്ചു നാൾ ഞാൻ ഇവിടെ ഉണ്ടാകും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, ഞാൻ വന്നിടത്തേക്ക് പോകും. യേശു അത് തന്നെയാണ് ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും.
ഞാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പോകും, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും വരും, ഞാൻ പോകും, ഞാൻ വരും, ഞാൻ വന്നതാണ്, പോകാൻ വേണ്ടി വന്നതാണ്, പോയിട്ട് പിന്നെയും വരും, എന്തിന്? നിങ്ങളെ ചേർക്കാൻ വരും. എന്തൊരു ധൈര്യമാണ്! ഒരു മനുഷ്യ ശരീരത്തിൽ ദൈവം ഭൂമിയിൽ നടന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ വന്നതാണ്, ഞാൻ പോകും, എന്നിട്ട് വീണ്ടും വരും. അതാണ് ക്രിസ്തീയ ജീവിതം. കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. ഇതകത്തോട്ട് കയറുമെങ്കിൽ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ നിങ്ങൾ നിസ്സാരമായി ചവിട്ടി മെതിക്കും. കാരണം ഇത്രയും വലിയ പുള്ളിയുടെ മുമ്പിൽ 10 ലക്ഷം രൂപ കടം എന്തെന്നേ ഉള്ളു. എന്റെ പാസ്റ്റർ എന്നും പറയണം, എന്റെ പൊന്നു പാസ്റ്റർ എന്തൊരു വിഷയമാണെന്നറിയോ എന്റെ കർത്താവേ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? അതൊക്കെ ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അതൊക്കെ ആദ്യ കാലങ്ങളിൽ വരട്ടെ. ഈ രക്ഷിക്കപ്പെട്ട കാലത്ത് ഇങ്ങനെയൊക്കെ കരഞ്ഞോ, പക്ഷേ എന്നും ഇങ്ങനെ കരയരുത്. വിശ്വാസത്തിൽ വന്ന് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കരഞ്ഞെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ച അനുഭവത്തിലല്ല. നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടത്തുകാരല്ല. ഈ ഭൂമിയിലുള്ള സകല വിഷയത്തെയും അതിജീവിക്കുവാൻ പറ്റിയ ഒരാത്മവ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത കിടപ്പുണ്ട്. നിങ്ങളിലുള്ള വ്യക്തി ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശു മാത്രമല്ല, നിങ്ങളുടെ ആത്മാവ് ഈ ഭൂമിയിലുള്ള സകലത്തേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒരുവൻ ഈ ലോകത്തെ മുഴുവനും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പറയും? അവന്റെ ആത്മാവാണ് ഈ ഭൂമിയേക്കാൾ വിലയേറിയത്. ഭൂലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവുള്ള വ്യക്തിയാണ് ഇന്ന് ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. വേണമെങ്കിൽ കൈകളെ തട്ടിക്കൊണ്ട് ഈ കർത്താവിന് നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയും. 2 കാര്യം പറഞ്ഞു. 1, ആരാണ്? ദൈവപൈതൽ. 2, ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ഉയരത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ ഉദരത്തിൽ നിന്ന് വന്നതല്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ ഉദരത്തിൽ നിന്ന് വന്നതല്ല. 3-ാമത്തെ കാര്യം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. എഴുതിക്കോ. 3, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വീട് ഇനി പഴയതുപോലെ ആയിരിക്കത്തില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? ഞാൻ വന്നു, ഞാനൊരു ദൈവപൈതലാണ്. ഈ ഭൂമിയിലേക്ക് ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. ഒരു കുടുംബത്തിലൂടെ ദൈവം എന്നെ അയച്ചു. എന്തിനു വന്നു? ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവീൻ, പരിശ്രമിക്കുവീൻ. വിളിയും തെരഞ്ഞെടുപ്പും. എന്തിന് ഈ ഭൂമിയിൽ വന്നു? ഒരു സ്ത്രീയായിട്ട് എന്തിന് ഈ ഭൂമിയിൽ വന്നു? ഒരു പുരുഷനായിട്ട് എന്തിന് ഈ ഭൂമിയിൽ വന്നു? കല്യാണം കളിക്കാൻ, ഡോക്ടറാകാൻ, നേഴ്സാകാൻ, എഞ്ചിനീയർ ആകാൻ ആണോ? ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഡോക്ടറായില്ലെങ്കിലും ജീവിക്കാം, എഞ്ചിനീയർ ആയില്ലെങ്കിലും ജീവിക്കാം, കല്യാണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാം. പൗലോസ് കല്യാണം കഴിച്ചോ? പക്ഷേ എന്തിന് ഈ ഭൂമിയിൽ വന്നു? കല്യാണം കഴിക്കാനാണോ? ഡോക്ടർ ആകാനാണോ? പാട്ടുകാരാകാനാണോ? അല്ല. ദൈവം എന്തോ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കുറെ നാൾ അത് ചെയ്യും, കുറച്ച് നാൾ ഇത് ചെയ്യും, കുറച്ച് നാൾ അത് ചെയ്യും, എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയും, ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടത്തില്ല. ഞാൻ പലത പണി ഇങ്ങനെയൊക്കെ പറയും. പഠിച്ച പണി 18 നോക്കി, എന്നാൽ 19-ാമത്തെ ഒരു പണിയുണ്ട്. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ. മടുത്തുപോയവരുണ്ടാവും, ജീവിതത്തിൽ പലതും ചെയ്ത് തോറ്റുപോയി. ഇനി വിളിയിലേക്ക് വരിക. എന്തിന് ദൈവം നിങ്ങളെ വിളിച്ചു? ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് വിളിച്ചാൽ, ഒരു വലിയ കമ്പനി, ആ കമ്പനിയിലേക്ക് ജോലിക്ക് വിളിച്ചാൽ ചിലപ്പോൾ ഒരാളെ അതിന്റെ മാനേജറായിട്ട് ആകാനാണ് വിളിക്കുന്നത്. എന്നാൽ എല്ലാവരെയും മാനേജർ ആകാനാണോ? എല്ലാവരും 25 പേരെ വിളിച്ച് 25 മാനേജർമാർ.
ആണോ? ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. വാച്ച്മാന്റെ വിളിയുണ്ട്, അവിടുത്തെ സൂപ്പർവൈസറിന്റെ വിളിയുണ്ട്, അവിടുത്തെ അക്കൗണ്ടന്റിന്റെ വിളിയുണ്ട്, അവിടുത്തെ കാര്യസ്ഥനായിട്ട് നടക്കാൻ ചിലരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമാണ്. എന്തിനു വിളിച്ചു? ദൈവം ഈ കാലഘട്ടത്തിൽ എന്തിന് എന്നെ വിളിച്ചു? ഇന്റർനെറ്റ് യുഗത്തിൽ ദൈവം എന്തിന് എന്നെ വിളിച്ചു? എന്നെ 1-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് വിളിച്ചില്ല? മോശയുടെ കാലത്ത് എന്തുകൊണ്ട് ഞാൻ ജനിച്ചില്ല? ഏലിയാവിന്റെ കാലത്ത് എന്തുകൊണ്ട് അവന്റെ ഒരു ശിഷ്യനായി ഞാൻ ജീവിച്ചില്ല? എന്തുകൊണ്ട് ഈ അന്ത്യകാലത്ത് ജനിച്ചു? ഇതിനെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശങ്ങൾ കണ്ടുപിടിക്കുക. ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ പർപ്പസ് എന്താണ്? ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യമല്ല, ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. മാതാപിതാക്കൾ പറയില്ല, കുഞ്ഞെ നീ എന്ത് പോയില്ല, എനിക്ക് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അത് മാതാപിതാക്കൾ പറയുന്നു. പക്ഷെ അതിനേക്കാൾ വലിയൊരു ഉദ്ദേശം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനുണ്ട്. ഈ മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്നത് അവര് പെങ്കുച്ചെന്നൊക്കെ പറഞ്ഞാല് 2-3 പെൺപിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ മനസ്സും എടുക്കും. അല്ലെങ്കിൽ പെൺപിള്ളേര്, 4-ാമത്തെ പെൺകൊച്ച്. ഞാനൊരു കഥ പറഞ്ഞിട്ടില്ലേ? ആദ്യത്തെ കൊച്ച് മീനാക്ഷി, 2-ാമത്തത് പത്മാക്ഷി, 3-ാമത്തത് കമലാക്ഷി, 4-ാമതും ജനിച്ചത് ഒരു പെണ്ണായിപ്പോയി. രക്തസാക്ഷി എന്ന് പേരിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമുണ്ട്, ആൺകുട്ടി വേണമെന്നുള്ളത്. പക്ഷെ ചിലർക്ക് ദൈവം എന്ത് കൊടുക്കും? അതിന് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അതായത് മാതാപിതാക്കൾ ഇഷ്ടത്താൽ ജനിച്ചതല്ലെന്ന്. നീ ഒരു പെൺകുട്ടിയാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ, മാതാപിതാക്കൾ, ചില അമ്മമാർക്ക് പെൺകുട്ടി മതി. പെൺകുട്ടിയാണെങ്കിൽ എന്താണ്? ചീപ്പൊക്കെ ഇട്ട് ഈരി, സ്ലൈഡൊക്കെ കുത്തി, പൂവൊക്കെ വെച്ച്, കണ്ണൊക്കെ എഴുതി, പൊട്ടുപൊട്ടി. ആൺപിള്ളേർ അത് നടക്കുവോ? ഇല്ല. എവിടെയെങ്കിലും അവിടെ ഇരുന്നോ മോളെ? അവിടെ ഇരിക്കും. പണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ആഗ്രഹിച്ച് പെണ്ണായാ മതി എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഓ, ഒരു പെണ്ണാണെങ്കിൽ പെരക്കാത്തെങ്കിലും ഉണ്ടാകും. മാതാപിതാക്കളെ ഇഷ്ടത്താൽ ഭൂമിയിൽ വന്നവരല്ല ഞാനും നിങ്ങളും. ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഒരു ചോദ്യം, ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ പദ്ധതി കൊണ്ട് എന്ത് ഗുണം? ദൈവത്തിന്റെ പദ്ധതിയുള്ള ഒരുവനെ വെല്ലുവിളികൾക്ക് തോൽപ്പിക്കാൻ കഴിയുമോ? അലറുന്ന സിംഹം പോലെ മുന്നോട്ട് വിടില്ല, ഇന്ന് നിന്നെ തീർക്കുമെന്ന് പറയുമ്പോൾ ഏലിയാവ് അത് കേട്ട് എന്ത് ചെയ്തു? ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്നു. ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് അപ്പവും വെള്ളവും കൊടുത്തു. അത് കഴിച്ചേച്ച് പുള്ളി, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ട് പോലും പുള്ളിക്ക് ബോധം, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാണെന്ന് പറഞ്ഞിട്ട് ഒരു ആശ്ചര്യം തോന്നുന്നില്ല. ഒരു അത്ഭുതം നടന്നിട്ട് പോലും പുള്ളിക്ക് ഒരു വികാരമില്ല. അത് കഴിച്ചേച്ച് മാറിക്കിടന്നു. വീണ്ടും ദൂതൻ വിളിച്ചു, കഴിക്ക്. എന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, നിനക്ക് ദൂരയാത്രയുണ്ട്. നിന്നെ കുറിച്ചുള്ള പദ്ധതി ഇസബേല് പറഞ്ഞതുപോലെ വാളിന് തീരാനുള്ളതല്ല. നീ ദൂതന്മാർ കടന്നു വന്ന്, അഗ്നിമയ രഥങ്ങള്, തേരുകൾ കടന്നു വന്ന് ജീവിതം മുഴുവനും ജീവിക്കാനുള്ളതാണ്. ഏലിയാവ് വന്ന് പേടിച്ചു, എന്താണ്? താൻ മരിച്ചു പോകുമെന്ന്. പക്ഷെ ഇന്നും ഏലിയാവിന് ശേഷം ജീവിച്ചിരുന്നവരെല്ലാം മരിച്ചു. എത്ര 1000 വർഷമായി, ഇന്നും ഏലിയാവ് മരിച്ചിട്ടില്ല. മരിക്കും, മരിക്കും, മരിക്കും. ഞാൻ തീർന്നു, എന്റെ പിതാക്കന്മാരെ പോലെ അല്ല, ഇതാണ് എന്റെ അവസാനത്തെ ദിവസം, നാളെ എന്റെ കഴുത്ത് വെട്ടും. എന്നിട്ട് ഇന്ന് വരെ ഏലിയാവ് മരിച്ചിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. ദൈവത്തിന്റെ ഉദ്ദേശമേ നടക്കൂ. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് തീരാതെ എത്ര വെന്റിലേറ്ററിൽ കയറിയാലും നീ അതിൽ നിന്ന് പുറത്തു വരും. എവിടെ നിന്ന് നീ പുറത്തു വരും? കൂരി താഴ്വരയിൽ നിന്ന് നീ പുറത്തു വരും. എല്ലാ വാതിലും അടഞ്ഞാലും നീ പുറത്തു വരും. കാരണം എന്താണ്? വെല്ലുവിളികളുടെ മുമ്പിൽ തീരാനല്ല ദൈവം നിന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കാനാണ്. നീ ഒരു സുവിശേഷകനായി തീരുവാൻ, നീ ഒരു പ്രാർത്ഥന യോദ്ധാവായി ദൈവരാജ്യത്തിൽ ഫലം കായ്ക്കുവാൻ ദൈവം നിന്നെ ലോക സ്ഥാപനത്തിന് മുന്നമേ പദ്ധതിയിട്ട് തെരഞ്ഞെടുത്താണ്. പത്രോസിനോട് അല്ലെങ്കിൽ പൗലോസിനോട് പറഞ്ഞു, നീ ജാതികൾക്ക് പ്രകാശമാണ്. പൗലോസിനെ കൊല്ലാൻ എന്തെല്ലാം കാര്യം, കടലിലെ ആപത്ത്, കപ്പലിലെ ആപത്ത്,
എന്നിട്ടും ഇതൊന്നും അവനെ കൊല്ലാൻ പറ്റിയില്ല, ഇവനെ തീർക്കാൻ കഴിഞ്ഞില്ല. പത്രോസിനെ ജയിലിലിട്ടു, പല പ്രാവശ്യം ജയിലിലിട്ടു. പക്ഷെ വാതിലെല്ലാം വെറുതെ തുറന്നു പോവുകയാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവനെ അടക്കാൻ പറ്റിയ ഒരു വാതിലും ഇരുമ്പോടാമ്പലും അവനെ പൂട്ടിയിടാൻ പറ്റിയ ഒരു ചങ്ങലയും ഈ ഭൂമിയിൽ ഇല്ലെന്ന് വേദപുസ്തകം പറയുന്നു. ആ പുസ്തകം കയ്യിലുള്ളവർ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. നമ്മെ തീർത്ത് കളയാൻ ആർക്കും കഴിയില്ല, നമ്മെ തകർത്ത് കളയാൻ ആർക്കും കഴിയില്ല, നമ്മെ ഇല്ലാതെയാക്കാൻ ആർക്കും കഴിയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള. ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ഒരു ദൈവ പൈതലാണ്. 2, ഞാൻ ഉയരത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന വ്യക്തിയാണ്. ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വലിപ്പം ഇന്ന് ദൈവവചനത്തിൽ നിന്ന് അറിയണം. ബൈബിൾ പറയുന്ന കാര്യമാണ് ഇത്. ഞാൻ പഠിച്ച കഥയല്ല, ഇത് ബൈബിൾ പറയുന്നു. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൽ മറഞ്ഞിരുന്നു. സമയമായപ്പോൾ ഒരു മനുഷ്യ കുടുംബത്തിലൂടെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നിങ്ങളൊരു ശരീരമല്ല, നിങ്ങളൊരു ആത്മാവാണ്. ജീവിതത്തിൽ മനുഷ്യരിൽ നിന്ന് വരുന്ന സകലത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ആകയാൽ കർത്താവ് ഞങ്ങൾക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്തൊരു ധൈര്യമാണ്! ദൈവവചനം മാത്രമേ ഭൂമിയിൽ മനുഷ്യനെ ഇതുപോലെ ശക്തീകരിക്കുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന്റെ ഉദ്ദേശം നമ്മെക്കുറിച്ച് എന്താണ്? ദൈവത്തിന് വലിയ പ്രോഗ്രാം ഉണ്ട്. ദാവീദിനെ കൊല്ലുവാൻ ഒത്തിരി പേര് പുറകെ നടന്നപ്പോൾ നടന്നില്ല. ഒടുവിൽ ഒരു സ്ത്രീ, ഒരു പ്രവചനദൂത് പറഞ്ഞു, മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിന്നെ കൊല്ലാൻ നോക്കിയാലും നിന്റെ പ്രാണൻ ദൈവത്തിന്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, നിനക്ക് മരിക്കാൻ കഴിയില്ല. മാത്രമല്ല, കൊല്ലാൻ നടന്ന ശൗല് എന്ന രാജാവ് ദാവീദിനെ കൊല്ലാൻ നടക്കുകയാണ്. പക്ഷെ ദൈവത്തിന് ദാവീദിനെ കുറിച്ചുള്ള പദ്ധതി എന്താ? പറ. ഉറങ്ങുന്ന ഒരാള് പറ. ദൈവത്തിന് നമ്മെക്കുറിച്ച്, ദാവീദിനെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? അവൻ രാജാവാകും, രാജ്യം ഭരിക്കും, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി ഒരു വലിയ രാജാവായി മാറും. പക്ഷെ ദാവീദ് രാജാവായിട്ടില്ല. മലയുടെ ചുറ്റും കിടന്ന് ഓടുകയാണ്. അഭിഷേകമുണ്ട്, അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. വെളിപ്പാട് കണ്ടുകൊണ്ടാ ഓടുന്നത്. ഈ വെളിപ്പാടും അന്യഭാഷയും മാത്രമുള്ള എന്റെ ദൈവമേ, ഈ കസേരയൊക്കെ എന്ന് കിട്ടാനുള്ളതാണ്? ഇപ്പോൾ ഒരുത്തൻ കസേര ഇട്ടേച്ച് ഇവന്റെ പുറകെ ഓടിച്ചിടുകയാണ്. ഒടുവിൽ ഈ കസേര കളി പോലെ തന്നെയാണ് അന്നും ഇന്നും ഉണ്ട് കസേര കളി. അപ്പോ ഇങ്ങനെ നടക്കണം. ആര്? ശൗല് 1000 പട്ടാളക്കാരുമായിട്ട് ഒരു മലയുടെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ദാവീദ് ഇവിടെ എത്തുമ്പോ ശൗലും കൂട്ടരും അവിടെ എത്തും. ഇങ്ങനെ വന്ന് അവസാനം ദാവീദ് ഒരു ഗുഹയിൽ കയറി. അവിടെ അവന്റെ കൂടെയുള്ളവർ കൂടി ആ ഗുഹയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ശൗൽ എന്ത് ചെയ്തു? ഗുഹയുടെ മുമ്പിൽ വന്നപ്പോ പറഞ്ഞു, ഭയങ്കര ക്ഷീണം, ഇവിടെ കിടന്നുറങ്ങാം. അവരെല്ലാവരും 1000 പേര് അവിടെ കിടന്നുറങ്ങി. ജലപാത്രമുണ്ട്, വെള്ളത്തിന്റെ പാത്രമുണ്ട്, കുന്തം അവിടെ കുത്തിവെച്ചു ശൗല്. എന്നിട്ട് അവിടെ കിടന്നുറങ്ങിയാണ്. എവിടെയാണ് കിടക്കുന്നത്? ദാവീദ് കിടക്കുന്ന ഗുഹയുടെ മുമ്പിൽ. ദാവീദിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, യജമാനനെ ഈ രാജാവിനെ ഒറ്റ കുത്തട്ടെ. വേണ്ട, ഇതൊക്കെ ദൈവം എനിക്ക് അനുവദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ കുന്തം എടുത്തുകൊണ്ട് പോന്നു. എന്നിട്ട് അങ്ങേ മലയിൽ നിന്നുകൊണ്ട് ദാവീദ് പറഞ്ഞു, യജമാനെ, ഒരു ചത്ത നായെ തപ്പി എന്തിനാ നടക്കുന്നത്? എന്തിനാണ് യജമാൻ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ നിനക്കൊരു ദോഷവും ചെയ്യില്ല. ഉടനെ, എന്റെ മകനെ, ആര്? ശൗല് പറയണ, എന്റെ പൊന്നുമോനെ, നീ എനിക്ക് ജീവൻ തന്നല്ലോടാ. എന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, നീ രാജാവാകും. ആര് പറഞ്ഞു? ഈ കൊല്ലാൻ നടക്കുന്നവൻ പറയണ ആരാകുമെന്ന്. അപ്പൊ ഈ പിശാച് നമ്മെ നശിപ്പിക്കാൻ പുറകെ നടക്കുന്നതിന്റെ കാരണം എന്താണ്? നാം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരും. അവൻ അറിയാം, നന്നായിട്ട് അറിയാം, നാം ഒരു ദിവസം ജയിക്കും. അവൻ രോഗം, ബന്ധനം, കടക്കണി, ശാപം, അപകടങ്ങൾ എല്ലാം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴും അവനൊരു ഉറപ്പുണ്ട്, അവൻ ഇതുകൊണ്ടൊന്നും
നമ്മെ ജയിക്കാൻ കഴിയില്ല. നമ്മൾ ഒരു ദിവസം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നു വരും. കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ചേ. വെല്ലുവിളികളുടെ മുൻപിൽ തളരുകയില്ല. ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞവർ. ഞാൻ പറയാം, ഈ ദിവസങ്ങൾ ഇങ്ങനെയുള്ള വചനങ്ങളാണ് എന്നെ ധൈര്യപ്പെടുത്തുന്നത്. എന്ന് നമ്മുടെ പണി തീരുമോ അന്നേ നമ്മുടെ പണി തീരൂ. കുറെ പണികൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അത് തീരാതെ എങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് പോകും? ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞു, നീ രാജാവായി ഇസ്രായേൽ ഗോത്രത്തെ മുഴുവനും ഭരിക്കും. ദാവീദ് ദീർഘായുസ്സോടുകൂടി പൂർണ്ണ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു. അതിനിടക്ക് അവൻ ഓർത്തു തീർന്നു പോകുമെന്ന്. ഏലിയ ഓർത്തു തീർന്നു പോകുമെന്ന്. ദൈവം നടത്തിയ അഭിഷിക്തരെല്ലാം ഓർത്തു ഇടക്ക് വെച്ച് തീർന്നു പോകും. ഇല്ല, ദൈവത്തിന്റെ പ്രോഗ്രാം എന്നെ കുറിച്ചുണ്ട്, നിങ്ങളെ കുറിച്ചുണ്ട്. വിശ്വസിക്കുന്നവർ അതിനെ പ്രാപിച്ചേ. കൈകളെ തട്ടി അതിനെ പ്രാപിച്ചേ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ 3 കാര്യം പറഞ്ഞു. 4-ാമത്തെ കാര്യം, അപ്പൊ ഈ 3-ാമത്തെ കാര്യത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു. ഏറ്റവും വലിയ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം മരണമല്ല. ഒരു ദിവസം മരണം വരും. ശരീരത്തിനൊരു മരണമുണ്ട്. അതാരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ നിത്യതയിലേക്ക് പോകാനുള്ളവരാണെന്ന് പറഞ്ഞാലും, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ഉയരത്തിൽ നിന്ന് വന്നവരാണ്, ഉയരത്തിലേക്ക് പോകും, സ്വർഗത്തിലാണ് വീടെന്ന് പറഞ്ഞാലും ചാകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഞാനിപ്പോ നിങ്ങളെ ആരെങ്കിലും വിരൽ ചൂണ്ടിട്ടത് ഇന്ന് തീരുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ, ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, ഇന്ന് തീരാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? മരണം ആർക്കും ഇഷ്ടമല്ല. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മരണമാണോ? അല്ല. അതിനേക്കാൾ വലിയ ദുരന്തം ലക്ഷ്യമില്ലാത്ത ജീവിതം, ഉദ്ദേശമില്ലാത്ത ജീവിതം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തിനീ ഭൂമിയിൽ ജീവിച്ചു അറിയില്ല. അതുകൊണ്ടാണ് കുറെ പേര് ആ കലങ്കിന്റെ മണ്ടയിലിരിക്കും, കുറെ പേര് ആ ബീച്ചിൽ പോയിരിക്കും, കുറെ പേര് വെറുതെ ഇരുന്ന് ജീവിതം ഇങ്ങനെ പാഴാക്കും. വെറുതെ ഇരുന്ന് പെൻഷനായി, ഒരു വീടിനൊരു ഭാരമായി, വെറുതെ ഇരിക്കുകയാണ്. കാരണം ഉദ്ദേശം അറിയില്ല. ഉദ്ദേശം അറിയാത്തവരാണ് വെറുതെ സമയം കളയുന്നത്. എന്നാൽ ഉദ്ദേശം തിരിച്ചറിഞ്ഞവർ അവസാനം വരെ അധ്വാനിക്കും. പൗലോസ് പറയുകയാണ്, വാർദ്ധക്യത്തിൽ പൗലോസ് പറയുകയാണ്, തിമോത്തിയോസെ, നീ വരുമ്പോൾ ആ പുതപ്പും ആ ചർമ്മലിഖിതങ്ങൾ കൊണ്ടുവാ. അവന്റെ മരണത്തിന്റെ തലേ ദിവസം വരെയും പൗലോസ് പുസ്തകം വായിക്കുകയാണ്. പദ്ധതി അറിയാവുന്നവനാണ്. ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ളവർക്ക് വെറുതെ ഇരുന്ന് നിരാശപ്പെടാൻ ഒരു സെക്കൻഡ് പോലുമില്ല. അവർ തിരക്കുള്ളവരായിരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ്. ഈ വെറുതെ ഇരുന്ന് ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നവർ വെറുതെ ഇരിക്കും. ചിലരിക്കുന്ന കാണുമ്പോ അറിയാം എന്തോ ബോംബ് പൊട്ടിക്കാനാണെന്ന്. എന്നാ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഓർക്കയായിരുന്നു. അത് അവസാനം ഒരു ബോംബ് പൊട്ടിച്ചേ. വെറുതെ ഇരിക്കുന്നവരെ കണ്ടോ? ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാത്തവരാണ്. കഠിനാധ്വാനികളെ കണ്ടോ? അവരുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകത്തില്ല. അവർ ഉയർന്നു വരും. ഒരു പ്രശ്നങ്ങളെ കണ്ടാൽ അതിനെ നേരിടാൻ നേരിട്ട് ചെല്ലും. അവർക്കറിയാം എന്റെ സമയം തീർന്നിട്ടില്ല. ഈ പ്രശ്നം എനിക്ക് തീർക്കാനുള്ളതേ ഉള്ളൂ. ഈ കടം എനിക്ക് വീട്ടാനുള്ളതേ ഉള്ളൂ. അത് 1 കോടിയാണെങ്കിലും 10 കോടിയാണെങ്കിലും ഇതിൽ നിന്നും ഞാൻ തീരത്തില്ല. ഇതിനപ്പുറം കടം വന്നാലും അതിനെ ജയിക്കാൻ എനിക്ക് കഴിയും. ഈ രോഗം കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. ഈ രോഗം എന്നെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുകയില്ല. ഈ രോഗത്തെ ഞാൻ വെളിയിൽ കൊണ്ടുപോകും. ഈ രോഗത്തെ ഞാൻ വെളിയിലാക്കും. ഈ രോഗം എന്നെ വെളിയിലാക്കത്തില്ല. ഈ രോഗത്തെ ഞാൻ വെളിയിലാക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തെ പേടിക്കാത്ത, അവസാന നിമിഷം വരെ അധ്വാനിക്കാൻ ധൈര്യം തരുന്നത് ദൈവവചനത്തിന്റെ വെളിപ്പാടാണ്. എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഞാൻ ഒരു കാര്യം ഇങ്ങനെ എഴുതി വെച്ചു. അതായത്, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഒരു കാര്യവും ചെയ്യാതെ ചുമ്മാതിരിക്കുന്നവര് ഭൂമിക്കൊരു ഭാരമാണ്. എന്താണ് അവർ ചെയ്യുന്നത്? നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് ഭൂമിക്ക് ദോഷം ചെയ്യുകയാണ്. എന്താണ്?
ഒന്നും ചെയ്യാതിരിക്കുന്നവർ ഭൂമിക്ക് ദോഷം ചെയ്യണം. കാരണം എന്താണ്? ഈ ഭൂമിയിലുള്ള നല്ല ഓക്സിജൻ എല്ലാം വലിച്ചെടുത്തിട്ട് ആർക്കും വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് തള്ളി. ചിലർ പറയും ഞാൻ അങ്ങനെ ഇന്ന് വരെയും ചെയ്തിട്ടില്ലെന്ന്. വിശുദ്ധൻ, നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനുഷ്യന്റെ ജീവന് വേണ്ടി ഇതെല്ലാം വലിച്ചെടുക്കുകയാണ്. ഈ ഭൂമിക്കൊരു ഭാരമാണ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ. എന്നാൽ പദ്ധതികളിലാണെങ്കിൽ നിങ്ങൾ ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമാണ്. അബ്രഹാം ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമായി, ഇസ്ഹാക്ക് ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമായി, യാക്കോബ് ഈ ഭൂമിക്ക് ഒരു അനുഗ്രഹമായി, ജോസഫ് സകല മാനവജാതിക്ക് അനുഗ്രഹമായി, യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് സകല ജീവികൾക്കും അനുഗ്രഹമായി മാറി. നമ്മൾ ഈ ഭൂമിക്ക് ഒരു ഭാരമല്ല. നമ്മൾ ഈ ആലപ്പുഴക്ക് മാത്രമല്ല, ഈ രാജ്യത്തിന് മാത്രമല്ല, ഈ കാലഘട്ടത്തിന് ഒരു അനുഗ്രഹമായി മാറും. നിങ്ങളൊരു SMS ആരെങ്കിലും വായിച്ചാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നണം. നിങ്ങളുടെ ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടാൽ അനേകർക്ക് ജീവിക്കാൻ തോന്നണം. നിങ്ങളൊരു പാട്ട് കേട്ടാൽ അനേകർക്ക് ധൈര്യം വരണം. നിങ്ങളൊരു പ്രസംഗം കേട്ടാൽ അനേകർ പറയണം എന്നെ ഉയർത്താൻ വേണ്ടി, എന്നെ ധൈര്യപ്പെടുത്താൻ ദൈവം അയച്ചതാണെന്ന് പറയണം. ഭൂമിക്കൊരു ഭാരമാകരുത്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നുകൊണ്ട് അനേകർക്ക് ജീവനായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് അത് നമ്മെ കൊണ്ട് ചെയ്യിക്കും. അത് ബൈബിൾ പറയുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ്. നാലാമത്തെ കാര്യം, ദൈവം നമുക്ക് തന്ന കഴിവുകൾ തിരിച്ചറിയുക. കഴിവുകൾ, നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഒരു കഴിവുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. ചിലർക്ക് പാചകം ചെയ്യാൻ അറിയാം, ചിലർക്ക് പടം വരക്കാൻ അറിയാം, ചിലർക്ക് പാട്ട് പാടാൻ അറിയാം, ചിലർക്ക് സംസാരിക്കാൻ അറിയാം. എത്ര നേരം വേണമെങ്കിലും വാചാലമായി. എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാ വാ കൂട്ടുന്നതെന്ന്. കാരണം ഇന്ന് വരെയും കണ്ടിട്ടില്ല. 94 മുതൽ തുടങ്ങിയ ഉറക്കത്തിൽ പോലും സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലർക്ക് സംസാരിക്കാൻ അറിയാം. ദൈവം ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ കഴിവുകൾ തന്നിട്ടുണ്ട്. പാടാൻ വിളിച്ചവർ പാടണം. കുയിലിനെ ദൈവം വിളിച്ചത് എന്തിനാണ്? പാട്ട് പാടാനാണ്. മയിലിനെ ദൈവം വിളിച്ചത് എന്തിനാണ്? ആടാനാണ്. കാക്കയെ ദൈവം വിളിച്ചതോ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആരാ? ഈ എലിയും തുരപ്പനൊക്കെ രാവിലെ ആരാ എടുത്തുകൊണ്ട് പോകുന്നേ? ഓരോരുത്തർക്കും ഓരോ വിളിയാ, ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. എന്നാൽ മയില് പാടിയാൽ എങ്ങനെ ഇരിക്കും? കുയിൽ ആടിയാൽ എങ്ങനെ ഇരിക്കും? ഓരോരുത്തർക്ക് ജന്മം കൊണ്ടേ ഓരോ കഴിവുകളോട് കൂടിയാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കൊരങ്ങനെ ദൈവം വിളിച്ചത് മരം കയറാനാണ്, നീന്താനല്ല. തവളയെ ദൈവം വിളിച്ചത് എന്തിനാണ്? താറാവിനെ വിളിച്ചത് നീന്താനാണ്. താറാവ് മരം കയറിയാൽ എങ്ങനെ ഉണ്ടാകും? കൊരങ്ങ നീന്തിയാൽ എങ്ങനെ ഉണ്ടാകും? ഓരോരുത്തർ വിളിച്ചതുപോലെ ആയിരിക്കട്ടെ എന്ന് പൗലോസ് പറയുന്നു. ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ കഴിവുകൾ തന്നാണ് ദൈവം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. പല മാതാപിതാക്കളും നിർബന്ധിക്കും, നീ ഡോക്ടറാക്, നീ എഞ്ചിനീയറാക്. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സമൂഹവും അല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ ആരായി തീരുമെന്ന്. നമ്മുടെ കഴിവുകളാണ് തീരുമാനിക്കുന്നത്. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് പുറത്തെടുക്കുക. ദാവീദ് കിന്നര വായനയിൽ നിപുണനായിരുന്നു. അതുകൊണ്ട് അവൻ ആദ്യമായിട്ട് രാജകൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. രാജാവിന്റെ ദുരാത്മാവ് വിട്ടുപോകുന്നത് ദാവീദ് ഗിറ്റാർ വായിക്കുമ്പോഴാണ്. അങ്ങനെ കൊച്ചുപ്രായത്തിലെ കൊട്ടാരത്തിലെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. കാരണം ഭാവിയിൽ രാജാവാകുന്നതിന് മുന്നമേ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ ഒപ്പം നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ വഴി തുറന്നത് അവന്റെ കഴിവാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളെ വരക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, മറ്റുള്ളവരോട് ഇടപെടാനുള്ള കഴിവ്, മറ്റുള്ളവരോട് വളരെ നന്നായിട്ട് സൗഹൃദമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾക്ക് നല്ല ബിസിനസ്സുകാരനാകാൻ, മറ്റുള്ളവരെ സ്വാധീനിക്കാനാണ് കഴിവുകൾ വെച്ചിരിക്കുന്നത്. ഈ സമൂഹത്തെ നമുക്ക് എല്ലാ രീതിയിലും സ്വാധീനിക്കാൻ കഴിയും.
ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു സ്പോർട്സ് സ്റ്റാർ സമൂഹത്തെ സ്വാധീനിക്കുകയാണ്. ഒരു നടൻ ഇവിടെ നമ്മുടെ പിള്ളേര് സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കും. അപ്പൊ നമ്മുടെ ചർച്ചിലെ ആരാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഒരിക്കലും ഇവിടെ ഒരു സ്കിറ്റൊക്കെ അവതരിപ്പിച്ചു, ഡാൻസ് ഒക്കെ കളിച്ചു. അവനിവിടെ കയറി ഇവിടുത്തെ ഒരു വാർഷികത്തിന് പ്രസംഗിച്ചു. അപ്പോ ഇവിടെ ഇരിക്കുന്ന പിള്ളേര് പറയാണ്, ഞങ്ങൾക്ക് ജോഷി പാസ്റ്റേക്കാൾ ഇഷ്ടം ആ ചേട്ടന്റെ പ്രസംഗമാണ്. ആ പിള്ളേരെ സ്വാധീനിച്ചത് പാസ്റ്റർ അല്ല, ആ ചേട്ടനാണ്. ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെയുള്ള. അപ്പോ കഴിവുകൾ വർഷത്തിൽ ഒരിക്കൽ വാർഷികം വരുമ്പോൾ മാത്രമേ സ്റ്റേജിൽ കയറുള്ളൂ ഇവര്. എന്നാൽ ഈ കഴിവുകൾ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നും കൊടുത്താൽ, 365 ദിവസവും കൊടുത്താൽ, ഈ കാലഘട്ടത്തിലെ പ്രതിഭകൾ, ഈ കാലഘട്ടം ഇന്ന് വരെ കാണാത്ത ശക്തർ പുറത്തു വരും. നിങ്ങളുടെ കഴിവുകളുടെ വളർച്ചയിലൂടെയാണ് നിങ്ങളുടെ സാമ്പത്തിക വളർച്ച, നിങ്ങളുടെ മാന്യത. ദൈവം നിങ്ങൾക്കൊരു ഗ്ലോറി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ താലന്തുകൾ വ്യാപാരം ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്കത് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ സാമ്പത്തികം വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷെ സാമ്പത്തികം എന്ന വെല്ലുവിളിയെ നേരിടുവാൻ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചാൽ അതിലൂടെ വഴികൾ നിങ്ങൾക്ക് തുറക്കും. സാമ്പത്തിക വഴികൾ തുറക്കും. നിങ്ങളുടെ സ്രോതസ്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയെല്ലാം എനിക്ക് സാമ്പത്തികമായ വഴികൾ തുറക്കാം. ചില പെൺകുട്ടികളുണ്ട്, അവർ പെട്ടെന്ന് ഒരു നൈറ്റ് വെട്ടി ചുരിദാർ തയ്ച്ച്, ചുരിദാർ വെട്ടി വേറൊരു സാധനം തയ്ച്ച്, ഏറ്റവും ഒടുവിൽ തലയണ ഉറ തയ്ച്ച് ഇവരിങ്ങനെ പഠിക്കും. പക്ഷെ പിന്നെ കാണുമ്പോൾ അവര് സ്റ്റിച്ച് വേൾഡ് എന്ന് പറഞ്ഞ് ഒരു വലിയ വേൾഡ് തന്നെ ആരംഭിക്കുകയാണ്. അതിന് ഇവിടെ ഒരു ബ്രാഞ്ച്, എറണാകുളത്ത് ഒരു ബ്രാഞ്ച്. ഒന്നും അറിഞ്ഞൂടാ, നൈറ്റ് വെട്ടി തയ്ച്ചതാ. പക്ഷെ അവരുടെ കഴിവ് പുറത്തോട്ട് വന്നു. ഒരു വഴിയില്ല. അങ്ങനെയുള്ളവരൊക്കെ പുരോഗതി പ്രാപിച്ചു. നമ്മളിവിടെ ഉള്ളിയും പൊളിച്ച് ജീവിതകാലം. എന്റെ വിളി എന്താണ്? ഉള്ളി പൊളിക്കാനാണ്. ഉള്ളി പൊളിച്ചാൽ 2 ഗുണമുണ്ട്. ഇത് പൊളിക്കുകയും ചെയ്യാം, അത് എല്ലാവർക്കും ചെയ്യാം. പക്ഷെ നിങ്ങളെ കഴിവുകളെ കണ്ടുപിടിക്കണം. എത്ര പേരോട് ദൈവം സംസാരിക്കുന്നുണ്ട്? ഇന്ന് കർത്താവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്താണ്? നാം നമ്മുടെ കഴിവുകളെ കണ്ടുപിടിക്കണം. ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്തെല്ലാം കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, എത്ര കഴിവുകൾ തന്നിട്ടുണ്ട്? ഒന്ന് ഉപയോഗിച്ചുകൂടെ? നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് രക്ഷിച്ചുകൂടെ? അടുത്തിരിക്കുന്നവരോട്, നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് രക്ഷിച്ചുകൂടെ? നമ്മുടെ അകത്ത് തന്നെ നമ്മെ രക്ഷിക്കാനുള്ള സാധ്യതകൾ കിടക്കുകയാണ്, കഴിവുകൾ കിടക്കുകയാണ്. നിങ്ങൾക്ക് പാടാനുള്ള വിളിയുണ്ടെങ്കിൽ പാടുക, നിങ്ങൾക്ക് ആടാനുള്ള വിളിയുണ്ടെങ്കിൽ ആടുക, നിങ്ങൾക്ക് ഓടാനുള്ള വിളിയുണ്ടെങ്കിൽ ഓടുക. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി ഓടുക. നിങ്ങൾക്ക് എന്താണ് ദൈവം തന്നത് അത് പുറത്തെടുക്കുക. നിങ്ങളുടെ കഴിവുകൾ എന്ന് പുറത്തെടുക്കുമോ അന്ന് നിങ്ങളുടെ പല വെല്ലുവിളികളും കീഴടങ്ങും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. പലരും അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിയാൻ വൈകിപ്പോ. ഒത്തിരി വാർദ്ധക്യത്തിലൊക്കെ ചിലർ മനസ്സിലാക്കുന്നത്. എന്നാൽ നല്ല സമയത്ത് സൃഷ്ടാവിനെ ഓർക്ക്. നിങ്ങളുടെ കഴിവുകൾ ദൈവത്തിന് കൊടുക്ക്. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറിയിരിക്കെ. കർത്താവ്, എൻ്റെ കഴിവുകൾ എന്താ? ഇന്ന് വീട്ടിൽ പോയിട്ട് കണ്ടുപിടിക്കണം. കർത്താവ് എന്നോട് പറ, എൻ്റെ കഴിവുകൾ എന്താണ്? ചിലർ ചായ ഇട്ടാ പോലെ എന്നെ രസമാണെന്ന് അറിയാമോ? എന്ത് ചെയ്താലും അത് വിജയമാണ്. പുട്ടും കട്ടനും ആരംഭിക്കും. നിങ്ങൾക്ക് വിജയിക്കാൻ എന്തെങ്കിലും വേറൊരു പേരിട്ടാ മതി, പുട്ടും പൊട്ടനും ഒന്ന്. കാരണം ഇനി പേരിടാനില്ല. എന്തെങ്കിലും ഒരു പേരിട്ട് നിങ്ങളൊരു സ്ഥാപനം തുടങ്ങും. നിങ്ങൾ തൊടുന്നത്, നിങ്ങൾക്കൊരു എന്ത് ചെയ്താലും, എന്ത് കറി വെച്ചാലും ഒരു സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിജയത്തിലോട്ട് കൊണ്ടുവരാം. എന്താണ് നിങ്ങളുടെ കഴിവുകൾ? ആ കഴിവുകൾ ദൈവം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വെല്ലുവിളികളെ നേരിടുവാൻ തന്നതാണ്. അതുകൊണ്ട് വീട്ടുകാർ അടിച്ചേൽപ്പിച്ചിട്ട് നേഴ്സാകുന്ന, ഡോക്ടറാകുന്ന, എഞ്ചിനീയർ ആകുന്ന തലമുറയോട് ഞാൻ പറയാം, അതൊന്നുമല്ല, അതിനപ്പുറം നിങ്ങളാകണം. നിങ്ങളൊരു എഞ്ചിനീയർ ആയിക്കൊള്ളുക, നിങ്ങളൊരു ഡോക്ടർ ആകുക, നിങ്ങളൊരു നേഴ്സാകുക. നിങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ പോകാം, നിങ്ങൾക്ക് IELTS പഠിക്കാം. അതെല്ലാം മാതാപിതാക്കളുടെ ഒരു നിർബന്ധമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ അതിനപ്പുറം ഭൂമിയെ മുഴുവൻ സ്വാധീനിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. നിങ്ങളതിനെ പുറത്തെടുക്കുക. കൈകളടിച്ചതിനെ ഒന്ന് പ്രാപിച്ചേ, അത് റിലീസാകട്ടെ. പിശാച വഴികളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ എന്താണ്? പുറത്തെടുക്കുക. നിങ്ങൾക്കും എനിക്കും
രക്ഷിക്കുവാൻ എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും. എൻ്റെ ഭാവിയെ രക്ഷിക്കാനുള്ളത് എന്നിലാണ്. നിങ്ങളെ രക്ഷിക്കാനുള്ളത് ദൈവം പണ്ടേ നിക്ഷിപ്തമാക്കിയിട്ടാണ് ഈ ഭൂമിയിലോട്ട് വിട്ടത്. അതിനെ കണ്ടുപിടിക്കുന്ന പ്രാർത്ഥനാ മുറിയിലാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് കാണിച്ചു തരും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചില വെളിപ്പാടുകൾ തരും. കുഞ്ഞെ, ഇന്ന കാര്യം നിനക്കുള്ളതാണ്. കുഞ്ഞെ, ഇന്ന കാര്യം നീ അങ്ങോട്ട് ചെയ്തോ. മറ്റുള്ളവരുടെ പ്രേരണയാൽ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, എന്നാൽ ഞാനും ഇങ്ങനെ ചെയ്യാം. അല്ല, നിനക്ക് വ്യത്യസ്തമായ ഒരു ഭാവിയാണ്. നിന്റെ മുൻപിൽ വരുന്ന മുഴുവനും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ളത് കഴിവുകൾ, താലന്തുകൾ അത് ഉള്ളിലുണ്ട്. വ്യാപാരം ചെയ്യണം, അതിനെ വർദ്ധിപ്പിച്ചെടുക്കണം. കഴിവുകളെ എന്ത് ചെയ്യണം? വികസിപ്പിച്ചെടുക്കണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ എത്ര എണ്ണം പറഞ്ഞു? 4 എണ്ണം പറഞ്ഞു അല്ലേ? ചിലര് പറയും വയസ്സ് 56, 60. 56, 60 ആയാൽ പിന്നെ എല്ലാവരും എന്ത് ചെയ്യും? വെടി തീർന്നു, ബലൂന് കാറ്റഴിച്ചു വിട്ടതുപോലെ. എന്താണ്? പെൻഷൻ ആയി. ഈ പെൻഷനായി പിരിയുമ്പോൾ എല്ലാവരും കൂടി ഒരു സെൻഡ് ഓഫ് കൊടുക്കും. പിന്നെ ആ വരുന്ന വരവ് എല്ലാ ദിവസവും വന്നതുപോലെയാണോ? എല്ലാ ദിവസവും ഓഫീസിൽ പോയി വന്നതുപോലെയല്ല. പെൻഷനായി അന്ന് വരുന്നത്. പെൻഷനായി. അതിന്റെ അർത്ഥം തീർന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ പെൻഷൻ ആകുമോ? ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൽ വാർദ്ധക്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വാർദ്ധക്യമില്ല, ക്രിസ്തീയ ജീവിതത്തിൽ പെൻഷൻ ഇല്ല. അവസാന നിമിഷം വരെ നിനക്ക് അധ്വാനിക്കാൻ കഴിയും. നിനക്ക് ഓരോ ദിവസവും കയറി വരാൻ കഴിയും. പെൻഷൻ എന്നുള്ളത് ഒരു ദൈവ പൈതലിനില്ല. പലരും കർത്താവിന്റെ വേലക്കിറങ്ങുന്നത് പെൻഷനായ ശേഷമാണ്. എനിക്ക് എത്രയോ ദൈവദാസന്മാരെ വ്യക്തിപരമായിട്ട് അറിയാം. ഒരിക്കലും തീരാത്ത ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒരിക്കലും മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. അവസാന നിമിഷം വരെ അഗതി മന്ദിരത്തിലോ അനാഥശാലയിലോ കിടക്കേണ്ടതല്ല നീയും ഞാനും. നീ അവസാനം വരെ മാന്യതയുടെ ഒരു ശുശ്രൂഷ ചെയ്യാനുള്ളതാണ് ക്രിസ്തീയ ജീവിതം. എത്ര പേർ അതിനെ സ്വീകരിക്കും? എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയും? വാർദ്ധക്യം, വാർദ്ധക്യം, വാർദ്ധക്യം. ആർക്ക് വാർദ്ധക്യം? യോശുവ 13:1 വായിച്ചേ. യോശുവ 13:1 ദൈവം യോശുവയോട് പറയുകയാണ്, യോശുവയെ. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്. ദൈവം പറയുകയാണ്, യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായി. അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. കേട്ടോ? അപ്പൊ ഇത് ആരറിഞ്ഞില്ല? യോശുവ അറിഞ്ഞില്ല. നമ്മളിത് എല്ലാ ദിവസവും കണ്ണാടി ചെന്ന് നരക്കാൻ തുടങ്ങി. ഇവിടെ ഒരു രോമം, ഇവിടെ ഒരു രോമം, പിന്നെ രോമം പിഴുതാൻ പറ്റാതെ വരുമ്പോ പിന്നെ ഡൈ ചെയ്യണം. ഐ ഡൈ ഡെയിലി. എല്ലാ ദിവസവും ഇങ്ങനെ ഡൈ ചെയ്യണം. പിന്നെ കവളൊക്കെ ഇങ്ങനെ ചുളിവ് വീഴുന്നു, പല്ല് ആടുന്നു, കാൽമുട്ടിന് പെരുക്കുന്നു, നട്ടലിന് ഒരു വേദന. ഓരോന്നോ പറഞ്ഞ് നാം നമ്മെ ദിവസവും വയസ്സനാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ യോശുവയുടെ പ്രശ്നം, പുള്ളി ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. നേരം വെളുക്കുന്ന അറിയാം, രാത്രിയാകുന്ന അറിയാം. കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങും. നമ്മൾ കുറെ നേരം ഇങ്ങനെ കിടക്കും, എന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെ വാച്ചയിൽ നോക്കേ, ഇത്രയായുള്ള മടിയന്റെ ലക്ഷണമാണ്. ഉറങ്ങിക്കിടക്കണം, അതുപോലെ അധ്വാനിക്കണം, നന്ന രാവിലെ എഴുന്നേക്കണം, വളരെ താമസിച്ച് കിടക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതായിരുന്നു യോശുവ. രാപ്പകൽ വചനം ധ്യാനിച്ച് സൂര്യനെ പോലെ തടഞ്ഞു നിർത്തി ജയാളിയായി മുന്നോട്ട് പോയവനാണ് യോശുവ. എന്തിനാണ് സൂര്യനെ തടഞ്ഞത്? താൻ ചെയ്യുന്ന ജോലി തീരാതിരിക്കുന്നത് കൊണ്ട് കുറച്ചു നേരം കൂടി ലൈറ്റ് വേണം. അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആകാതിരിക്കാൻ സൂര്യ അവിടെ നിന്നോ. കാരണം ആ കാലത്തൊക്കെ യുദ്ധം എന്ന് പറഞ്ഞ ഇന്നത്തെ പോലെയല്ല. സൂര്യൻ അസ്തമിച്ചാൽ ഒരു കാഹളം ഊതും, പിന്നെ പിറ്റേ ദിവസത്തേക്കാണ് യുദ്ധം. പക്ഷെ ഇന്നത്തെ ഹോംവർക്ക് തീർക്കണം പുള്ളിക്ക്. അതുകൊണ്ട് സൂര്യ അവിടെ നിന്നോ, എനിക്ക് കുറെ എണ്ണം ഒതുക്കാനുണ്ട്, കുറെ എണ്ണത്തെ. അങ്ങനെ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച യോശുവ ജയാളിയായിട്ട് പോയി ഒരു ദിവസം ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, യോശുവേ നിനക്ക് വയസ്സായി. അപ്പോഴേ യോശുവ വയസ്സായോ? കാരണം അവനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് വയസ്സായി.
ഭൂമിയിൽ ആര് പറഞ്ഞാലും യോശുവ സമ്മതിക്കത്തില്ല. ഒന്നുകൂടി വായിച്ചേ. നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. യോശുവ, നീ വയസ്സ് ചെന്നെന്ന് മാത്രമല്ല, പടുക്കിളവനായിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ ഒരു വടിയും കുത്തിപ്പിടിച്ച് നടന്നു. അടുത്ത വാക്യം അങ്ങനെയാണ്, വായിച്ചേ. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. അപ്പൊ വടിയും കുത്തിപ്പിടിച്ച് നടക്കുക എന്നുള്ള അതിനകത്തില്ല. അത് നമ്മുടെ ബൈബിളില, നമ്മുടെ പുസ്തകത്തില്. വയസ്സ് ചെന്ന് എന്നെ ഒന്ന് പിടിച്ചേ, എന്നെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവന്നിട്ടേ, എനിക്കാരുമില്ല. 94 വയസ്സുള്ള ഒരു അമ്മച്ചി 12 വയസ്സുള്ള മോളെ കണ്ടിട്ട് കരഞ്ഞതുപോലെ, കൊച്ചുമോളെ കണ്ടിട്ട്, കൊച്ചുമോള് മുമ്പത്ത് കളിക്കുമ്പോ അമ്മച്ചി അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോ വല്യമ്മച്ചി എന്തിനാ കരയുന്നത്? അപ്പൊ പറയണ്, മോളുടെ കാലശേഷം എന്നെ ആര് നോക്കുമെന്ന്. തള്ളയിനിരിക്കാൻ പോവുകയാണ്. കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിട്ടിട്ട് സകല ഓക്സിജനും വലിച്ചെടുക്കാൻ വേണ്ടി വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് വീടിന്റെ മുൻവശത്ത് തിണ്ണയെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചേക്കാണ്. ഇവിടെ നോക്ക്, യോശുവേ നീ വയസ്സ് ചെന്ന് പറ, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. കാര്യമൊക്കെ ശരി, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഇനിയും 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 ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുള്ള രാജ്യങ്ങൾ നീ പിടിക്കണം. ഇത്രയും നാൾ ചെയ്തതല്ല നീ ചെയ്യാൻ പോകുന്നത്. നീ ഒരു 30% യോശുവേ ചെയ്തിട്ടുള്ളൂ. ഇനിയും 70% ജോലി തീർക്കാനുണ്ട്. നിന്റെ വേല തീർന്നിട്ടില്ല. അതുവരെ നിനക്ക് ഇനിയും ആയുസുണ്ട്. യോശുവേ തീർന്നെന്ന് വിചാരിക്കരുത്. നമ്മൾ ഓരോ വർഷം ഓർക്കും ഇന്നത്തോടെ തീർന്നെന്ന്. എല്ലാ ദിവസവും ഓർക്കും അല്ലേ? ചില ദിവസം കിടക്കുമ്പോൾ തന്നെ ഓർക്കും, നാളെ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുവോ. കടമൊക്കെ ഭയങ്കര കടമൊക്കെ ഉള്ള സമയം ഓർക്കും എഴുന്നേക്കണ്ടെന്ന്. കർത്താവേ സ്വോത്രം സമർപ്പിക്കുന്നു, നല്ലൊരു നിത്യത ഞാൻ കാത്തിരിക്കുന്നു. നേരം വെളുക്കുമ്പോൾ ഭൂമിയിൽ തന്നെ കടക്കാരൻ വന്ന് കിണിയും അടിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതാണ് എന്താണ്? ഉടലോടെ കൂടെ സ്വർഗത്തിലോട്ട് പോകണമെന്ന്. നിങ്ങൾ ഈ ചിരിക്കുന്നത് എല്ലാ ദിവസവും വീടുകളിൽ നടക്കുന്ന നമ്മുടെ അനുഭവങ്ങളാണ്. യോശുവയ്ക്ക് ഇതൊന്നും ചിന്തിക്കാൻ നേരം ഉണ്ടായില്ല. കാരണം അത്രയും പ്രോഗ്രാം ഉണ്ടായി. തന്റെ പർപ്പസ് അവൻ അറിയാമായിരുന്നു. എന്തിന് ദൈവം അവനെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു എന്നുള്ള ആ നിയോഗത്തിൽ കഠിനാധ്വാനം ചെയ്തു പോയപ്പോൾ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, യോശുവേ നീ വയസ്സ് ചെന്ന് നല്ല വൃദ്ധനായി. അപ്പൊ യോശു ഓർത്ത് കാണും എല്ലാം കഴിഞ്ഞെന്ന്. അപ്പോഴാണ് പറയുന്നത്, ഇനിയും വളരെ സ്ഥലങ്ങൾ. ഞാൻ ഇവിടെ പ്രായമായവരോട് ഈ ദൂത് പറയുകയാണ്. വളരെ 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെൻഷനായവരുണ്ടല്ലോ, ജോലി എന്നൊക്കെ പോകുന്നു. ഇപ്പൊ കൊച്ചുമക്കളെയൊക്കെ നോക്കി കളിപ്പാട്ടമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വിട്ട് റിമോട്ടും പിടിച്ചുകൊണ്ടിരിക്കുന്ന യോശുവയോടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ കൊച്ചുങ്ങളെ കളിപ്പിച്ച് പരക്കാതിരിക്കാനുള്ളതല്ല. നിങ്ങൾ വീട്ടിൽ ഒരു ഭാരമായി ഇരിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ഒരു ശുശ്രൂഷയുണ്ട്. നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് വിലയേറിയതാണ്. പ്രമനഘടകജകസിയാര പരിശുദ്ധാത്മാ പലരും ധൈര്യപ്പെടുത്തുകയാണ്. നിന്റെ വാർദ്ധക്യത്തിലും നീ ഫലം കായ്ക്കുമെന്ന് ദൈവവചനം നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വാർദ്ധക്യത്തിൽ അവർ പുഷ്ടി വെച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. ഇനിയും വളരെ 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 സ്ഥലങ്ങൾ. എൻ്റെ പാസ്റ്റർ വണ്ടി ഓടിക്കാൻ മേല, നീ ഓടിക്കും. പാസ്റ്റർ എന്നാ യാത്ര ചെയ്യാൻ മേല, നീ യാത്ര ചെയ്യും. പ്ലെയിനിൽ കയറാൻ മേല, ആര് പറഞ്ഞു? നീ വേണമെങ്കിൽ പ്ലെയിനും ഓടിക്കും. എന്തിനെ ഓടിക്കാം അല്ലേ? കാർ ഓടിക്കാത്ത എനിക്ക് ദൂരയാത്ര നിന്നെ ദൈവം അത് ചെയ്യിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം നിന്നെ അതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തതെങ്കിൽ നീ വിമാനവും ഓടിക്കും, നീ കപ്പലും ഓടിക്കും. നീ ഒന്നും ചെയ്യാതിരുന്നാൽ പിശാച് നിന്നെ ഇട്ട് ഓടിക്കും. ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുക. നമ്മൾ കർത്താവിലാണെങ്കിൽ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. നാം മുന്നോട്ട് ഓടുക തന്നെ ചെയ്യും. വാർദ്ധക്യം എന്നുള്ളത് നമുക്കുള്ളതല്ല. അടുത്തിരിക്കുന്നവരോട് പറ, വാർദ്ധക്യം എന്നുള്ളത് ബൈബിൾ പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. യോശുവയോട് ദൈവം പറയാണ്, ഇനിയുണ്ട്.
അടുത്തിരിക്കുന്നവരോട് പറ, ഇനിയും ഉണ്ടെന്ന് പറ. അതെന്തെങ്കിലും ആവട്ടെ, അതെന്താണെന്നൊന്നും പറയണ്ട, ഇനിയും ഉണ്ട്. അനുഗ്രഹത്തിന്റെ വഴികൾ ഇനിയുമുണ്ട്, നേട്ടങ്ങൾ ഇനിയുമുണ്ട്, എത്തിപ്പിടിക്കാൻ ഇനിയുമുണ്ട്, ഉയർന്നു വരാൻ ഇനിയുമുണ്ട്, പണിതെടുക്കാൻ ഇനിയുമുണ്ട്, പിടിച്ചടക്കാൻ പലതുമുണ്ട്. ആമേ സമ്പാദിക്കാൻ ഇനിയുമുണ്ട്, ആമേ പ്രാപിക്കാൻ ഇനിയുമുണ്ട്. യോശുവേ, തീർന്നില്ല, നീ ഇനിയും പ്രാപിക്കാൻ പോവുകയാ. കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. അല്പസമയം നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ നിങ്ങളൊന്ന് പുതുക്കിയേ.